ഇന്ന് നമ്മൾ പോകുന്നത് ഫാമിലി മാൻ എന്ന ഒരു വെബ് സീരീസിൻ്റെ റിവ്യൂയിലേക്കാണ്. ഇതിൻ്റെ സീസൺ 1ഉം സീസൺ 2ഉം കഴിഞ്ഞ് സീസൺ 3 ഇന്നലെയാണ് ആമസോൺ പ്രൈമിൽ ലോഞ്ച് ആയത്. ശ്രീകാന്ത് തിവാരി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്പൈ, ടാസ്ക് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം നേരിടുന്ന സ്ട്രഗിൾസ്, പ്രൊഫഷണൽ ലൈഫിൽ അദ്ദേഹം ഭീകരമായ ത്രെട്ടുകൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്നത്. അത് വലിയ വെടിയും ബഹളമൊന്നുമില്ല, വെടിയും ബഹളമൊക്കെ ഉണ്ട്, എന്നാലും കൂടുതൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നത് എന്നൊരു കഥയാണ് ഈ എൻ്റയർ സീരീസിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ. സീസൺ 3യും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. സീസൺ 1ഉം സീസൺ 2ഉം കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടർ സീസൺ 1ൽ ഫോളോ ചെയ്യുന്ന എലമെൻറ്റ് സീസൺ 2ൽ ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ്. സീസൺ 3യിൽ പുതിയ ഒരു ലൊക്കേഷനിലാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റാണ് ഈ സീസൺ 3യുടെ കഥ നടക്കുന്ന സ്ഥലം. നാഗാലാൻഡ്, ആസാം, ആ പ്രദേശം. അവിടെ കുറച്ച് മിലിറ്ററി ഇൻസർജൻസി മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതിനെ ഫ്യൂൽ ചെയ്തിട്ട് അവിടെ ഒരു യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ശത്രുക്കൾ. സെയിം ടൈം ആ സിറ്റുവേഷനിലേക്ക് വരുന്ന ശ്രീകാന്ത് തിവാരിയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ സീസൺ 3യുടെ പ്രമേയം. വളരെ നല്ല രീതിയിൽ തന്നെ സീസൺ 3യും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സീസൺ 2ൽ നമുക്ക് എന്ത് ഒരു ഫീലിംഗ് ആ ക്യാരക്ടേഴ്സിനോട് തോന്നിയോ അതേ ഒരു ഫീലിങ്സും ടെമ്പോയും മൊമെൻറ്റവും സീസൺ 3യിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബിഞ്ച് വാച്ചിങ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീരീസിൽ. ബിഞ്ച് വാച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാ 7 എപ്പിസോഡും ഒറ്റയടിക്കിരുന്ന് കാണുക എന്നുള്ള രീതിയിലാണ്. ഞാൻ 7 എപ്പിസോഡും അടുപ്പിച്ചടുപ്പിച്ചാണ് കണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ റൈറ്റിങ്ങും എല്ലാം തന്നെ. രാജ ഡി കെ ആണ് ഈ ക്യാരക്ടേഴ്സിൻ്റെ റീക്രിയേഷനും പിന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ക്രിയേഷനും ഇതിൻ്റെ ഡിറക്ഷനും അല്ല. ഡിറക്ഷന് വേറെയും 2-3 പേരുണ്ട്, പക്ഷേ അവർ ഓവർസീ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫോമൻസാണ് ഇതിൻ്റെ ലീഡ് കാസ്റ്റിന്. മനോജ് ബാജ്പേയിയുടെ ഒരു ടവറിങ് പെർഫോമൻസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഈ സീരീസിൽ. ശ്രീകാന്ത് തിവാരി എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി മാൻ വെബ് സീരീസ് ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര പോപ്പുലാരിറ്റി ഉള്ളൊരു ആമസോൺ വെബ് സീരീസാണ് ഇന്ത്യയിലെല്ലാം തന്നെ. അപ്പോൾ ശ്രീകാന്ത് തിവാരി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കൾട്ട് സ്റ്റേറ്റസ് നേടിയ ഒരു ക്യാരക്ടറാണ്. അതേ ഫാമിലി ലൈഫിലുള്ള ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ ഡീൽ ചെയ്യുന്നു, പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെ ഡീൽ ചെയ്യുന്നു. ഇന്ത്യയുടെ വലിയ സ്പൈ ആണ്, പക്ഷേ അദ്ദേഹത്തിന് ഒരു ഹോം ലോൺ പോലും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കോമഡി ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളിൽ മനോജ് ബാജ്പേയിയുടെ പെർഫോമൻസ് വളരെ നല്ലതാണ്. പ്രിയാമണിയുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ്. സുചിത്ര എന്ന് പറയുന്ന വൈഫിൻ്റെ ക്യാരക്ടറായിട്ട്. വില്ലനായിട്ട് വരുന്ന അഹ്ലാവത്തിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. അങ്ങനെ ലീഡ് കാസ്റ്റിൽ വരുന്ന ആൾക്കാരുടെ എല്ലാം പെർഫോമൻസ് വളരെ ഓപ്റ്റിമൽ ആയതുകൊണ്ട് തന്നെ സീരീസ് നമുക്ക് നല്ല കണ്ടുകൊണ്ടിരിക്കാനും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ്, ഓക്കെ അടുത്തെന്താണ് സംഭവിക്കുക, ഒരു ക്ലിഫ് ഹാങ്ങർ മൊമെൻറ്റ്സ് ഓരോ എപ്പിസോഡിൻ്റെയും അവസാനം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വർക്ക് ആകാതെ അല്ലെങ്കിൽ ഇച്ചിരി മോശമായി പോയി വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു ഒരു കാര്യം. എന്നാലും ചില സ്ഥലത്തൊക്കെ വന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഇമോഷണൽ സൈഡ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ നോക്കിയിട്ട് ഒരു കൊച്ചു പയ്യനുണ്ട് ബോബി എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ക്യാരക്ടേഴ്സൊക്കെ വളരെ രസകരമായിട്ട് അവർ എഴുതുകയും ആ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. അപ്പോൾ അത്തരത്തിൽ ഉള്ള കുറച്ച് പിന്നെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൂടിയും ഓവറോൾ ഒരു പ്രഡിക്റ്റബിലിറ്റി നമുക്ക് വെബ് സീരീസിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റും, അൺലെസ് അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് എത്തുന്നത് വരെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇതാണ് ഒരു കാര്യം. പിന്നെ ചില ക്യാരക്ടേഴ്സിനെ കംപ്ലീറ്റ്ലി ഒരു ബലമില്ലാതെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ബലമില്ലാതെ റൈറ്റ് എന്ന് വെച്ചാൽ ക്യാരക്ടറിനൊരു മേ ബി ഒരു പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതാണോ എന്നറിയില്ല. കാര്യം ഇതൊരു പ്രധാനമന്ത്രിയുടെ ക്യാരക്ടറുണ്ട്, ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ബസു എന്ന് പറയുന്നത്. ആ വളരെ എന്ന് വെച്ചാൽ വളരെ ലേസി ആയിട്ട് റൈറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. പെർഫോമൻസ് വൈസ് അല്ല, ആ ക്യാരക്ടറിൻ്റെ ആർക്ക് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു മീറ്റർ ഇതിൻ്റെ റൈറ്റേഴ്സ് എടുത്തത് കറക്റ്റായില്ല എന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടെ ഒന്ന് ട്യൂൺ ചെയ്ത് എഴുതാമായിരുന്നു എന്ന് തോന്നി. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഒരു പ്രഡിക്റ്റബിലിറ്റിയും പിന്നെ ഈ ചില ക്യാരക്ടേഴ്സിന് വേറെ 1-2 ക്യാരക്ടേഴ്സുണ്ട്, അതിൻ്റെ ഒന്നും ആർക്ക് അവർ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ആയിട്ടില്ല. എന്നാൽ പിന്നെ ഓവറോൾ നമുക്ക് ഒരു നല്ല വെബ് സീരീസിൻ്റെ എക്സ്പീരിയൻസ്, ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് തരുന്നതിൽ സീരീസ് സക്സസ്ഫുള്ളാണ്. അടുത്ത സീസൺ 4 ഉണ്ട് എന്നാണ് മനോജ് ബാജ്പേയി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മേ ബി 2-3 ഇയേഴ്സ് എടുക്കുമായിരിക്കും ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വരാനായിട്ട്. ഫസ്റ്റ് സീസണും സീസൺ 3യുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് സീസൺ വാസ് എൻറ്റയർലി ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ സീസൺ 2ഉം സീസൺ 3യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സീസൺ 2ഉം സീസൺ 3യും തരുന്നത്. എന്തായാലും കണ്ടു നോക്കുക, ആമസോൺ പ്രൈമിലുണ്ട്. ഫാമിലി മാൻ എന്നാണ് സീരീസിൻ്റെ പേര്. നല്ല സീരീസാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സീരീസ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് സീസൺ ഭയങ്കരമായി ഇഷ്ടപ്പെടും. കാര്യം നമ്മൾ ഇതുവരെ കാണാത്തൊരു പേഴ്സ്പെക്റ്റീവിൽ കൂടിയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സിനെയൊക്കെ
പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള സാധനമാണ്. പിന്നെ സീസൺ 2 സീസൺ 3 കുറച്ച് ഡൈല്യൂട്ടഡായി പോകുന്ന സ്റ്റേജാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.